ഈ ആഴ്ച റിലീസിനെത്തുന്ന സിനിമകളുടെ കൂട്ടത്തിൽ എന്ന് വെച്ചാൽ 2025 ജനുവരി മാസം ആദ്യത്തെ ആഴ്ച തിയേറ്ററിലേക്ക് എത്തുന്ന സിനിമകളിൽ ഏറ്റവും അധികം പ്രതീക്ഷയോടെ ഞാൻ കാത്തിരുന്ന സിനിമയാണ് കമ്മ്യൂണിസ്റ്റ് പച്ച. ഒരുപക്ഷെ ഏറ്റവും ഹൈപ്പിൽ വന്ന ഐഡന്റിറ്റിയേക്കാൾ കൂടുതൽ നല്ലൊരു സിനിമ അനുഭവം സമ്മാനിക്കും എന്ന് കരുതി കാത്തിരുന്ന സിനിമ. ഇതിൻ്റെ ഒരു ട്രെയിലർ റിയാക്ഷൻ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ട്രെയിലർ റിയാക്ഷൻ ചെയ്യുന്ന സിനിമ ടോക്സ് എന്ന് പറഞ്ഞ ചാനലിൽ കിടപ്പുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ട്രെയിലർ കണ്ടിട്ട് ഞാൻ ഇമോഷണൽ ആയിപ്പോയി. ഒരു വല്ലാത്ത അനുഭവമായിരുന്നു. ഈ സുഡാനി ഫ്രം നൈജീരിയ ഒക്കെ കണ്ടിറങ്ങുന്നത് പോലത്തെ ഒരു ഫീല് നമ്മളിൽ ഉണ്ടാക്കും എന്ന് പ്രതീക്ഷയോടെ കാത്തിരുന്ന സിനിമ. പക്ഷെ അങ്ങനെ അമിത പ്രതീക്ഷയുമായി പോയ എന്നിലെ പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്തിയില്ല സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. ഈ സിനിമയ്ക്ക് 2 ഘടകങ്ങളുണ്ട്. ഒന്ന് ഗ്രൗണ്ടാണ്, ഗ്രൗണ്ടിലെ ക്രിക്കറ്റ് കളിയും പരിപാടിയൊക്കെയാണ്. അതുപോലെ തന്നെ ഒരു കുടുംബമുണ്ട്. അവിടെ ഭാര്യയുണ്ട്, മക്കളുണ്ട്, പിന്നെ അയാളുടെ അമ്മയുണ്ട്. ഇതിൽ ഈ കമ്മ്യൂണിസ്റ്റ് പച്ച അഥവാ അപ്പ എന്ന് പറയുന്നൊരു പേര് കാണുമ്പോൾ എന്തുകൊണ്ടായിരിക്കും കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സ്ഥിരമായി കണ്ടിരുന്ന, ഇപ്പം കാണുന്നില്ലെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ഞാൻ നാട്ടിൻപുറത്തല്ലല്ലോ താമസിക്കുന്നത്. പക്ഷേ പെട്ടെന്നൊരു മുറിവുണ്ടായ അപ്പം തന്നെ നമ്മൾ കയ്യെത്തി പിടിക്കാവുന്ന ദൂരത്തിൽ ഈ ചെടി ഉണ്ടാകും. അത് പിഴിഞ്ഞ് അതിൽ ചാറൊഴിച്ച് അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും ഉപകാരിയായിട്ടുള്ള ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ചെടിയാണല്ലോ കമ്മ്യൂണിസ്റ്റ് പച്ച. ഇതിലെ നമ്മുടെ നായക കഥാപാത്രവും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഒക്കെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന പോലെ എല്ലാ പ്രശ്നങ്ങളുടെയും ഇടയിൽ നിന്ന് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരെ സ്മൂത്തായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളുണ്ടല്ലോ. അമ്മയും ഭാര്യയും തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് സ്മൂത്താക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, കൂട്ടുകാർക്കിടയിൽ പ്രശ്നമുണ്ടെങ്കിൽ അവിടെ സ്മൂത്താക്കാൻ ശ്രമിക്കുക, രാഷ്ട്രീയപരമായി പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ എല്ലാത്തിൻ്റെയും ഇങ്ങനെ ഇടയിൽ നിന്ന് പ്രശ്നങ്ങൾ പരിഹരിച്ചൊക്കെ പോകുന്ന അങ്ങനത്തെ ഒരു, എന്നാൽ ഉള്ളിൽ ഭയങ്കര പാവമായിരിക്കും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിന് ഒരു രാഷ്ട്രീയ ചായ്വ് കൊടുത്തുകൊണ്ട് ഈ സിനിമയിൽ വരുന്ന ക്രിക്കറ്റ് കളിക്കാൻ വരുന്ന ഓരോ ആളുകൾക്കും ഈ പേര് കൊണ്ടും അവരുടെ വേഷം കൊണ്ടും ഒക്കെ ഒരു രാഷ്ട്രീയ ചായ്വിൻ്റെ ലക്ഷണങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ പൊളിറ്റിക്സ് സംസാരിക്കുന്ന ഒരു സിനിമയാണിത്. ഈ സിനിമയുടെ ആത്മാവ് ശരിക്കും ഇരിക്കുന്നത് ഇതിൻ്റെ കുടുംബത്താണ്. എന്ന് വെച്ചാൽ ആ ഭാര്യ, മക്കള്, ഉമ്മ എല്ലാം, അതായത് ഈ സിനിമയിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങൾ ഇരിക്കുന്നത് ആ വീടിനകത്താണ്. ഏറ്റവും റിച്ചായിട്ടുള്ള ഇമോഷൻസ് വർക്കാവുന്നത് ആ വീടിനകത്താണ്. ഏറ്റവും ഗംഭീരമായി പൊളിറ്റിക്സ് സംസാരിക്കുന്നത് എന്ന് വെച്ചാൽ രാഷ്ട്രീയം ആ സാധനമല്ല, ഒരു ഡൈനാമിക്സ് ഉണ്ട്. അതായത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, അവിടെ ആരും ആരെയും ഓവർ പവർ ചെയ്യുന്നില്ല, വളരെ ഈക്വലായിട്ട് തന്നെയാണ്. എനിക്ക് അബദ്ധങ്ങൾ സംഭവിച്ചാൽ എൻ്റെ മെക്കിട്ട് കയറുമ്പോൾ ഞാനൊന്ന് താഴെ നിൽക്കും. അതേസമയം അപ്പുറത്താണ് അബദ്ധം സംഭവിക്കുന്നെങ്കിൽ എനിക്ക് അവരുടെ മോളിൽ കയറിന്ന് സംസാരിക്കാനുള്ളൊരു അങ്ങനത്തെ ഒരു ഗിവ് ആൻഡ് ടേക്ക് പരിപാടി ഉണ്ടല്ലോ. അതുപോലെ കുട്ടികളാണെങ്കിലും ഉമ്മയാണെങ്കിലും ഈ ഉമ്മയും ഭാര്യയും തമ്മിലാണെങ്കിലും ഒക്കെയുള്ള ആ കമ്മ്യൂണിക്കേഷൻസിനെയൊക്കെ വളരെ ഗംഭീരമായി അവതരിപ്പിച്ച ഒരു പോർഷനായിരുന്നു അത്. സത്യത്തിൽ അതുമാത്രം മതിയായിരുന്നു എന്നെനിക്ക് പറയാൻ തോന്നിപ്പോവാണ്. കാരണം സിനിമ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഈ പറയുന്ന പൊളിറ്റിക്കൽ കാര്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. കുടുംബത്തായിരിക്കുന്ന സമയത്ത് പൊളിറ്റിക്കലി പല കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും ഇതിൻ്റെ ഇമോഷണൽ സൈഡും കൂടി വന്നുകൊണ്ട് ഈ അമ്മായച്ചൻ പോലെയുള്ള, അമ്മായച്ചനൊക്കെ മുത്ത് പോർഷനാട്ടോ ഈ സിനിമയിൽ ഏറ്റവും ബെസ്റ്റ് പോർഷനൊക്കെ ഇരിക്കുന്നത് അവിടെയാണ്. അത്രയും ഗംഭീരമായി ഈ കാര്യങ്ങളെ ബാലൻസ് ചെയ്തുകൊണ്ട് നമ്മളെ ഇമോഷണലി കണക്ട് ചെയ്യുന്ന, ഒരു പൊളിറ്റിക്കൽ കാര്യവും ആലോചിക്കുന്നില്ലെങ്കിൽ പോലും നമുക്ക് കണക്റ്റ് ആവുന്ന അത്രയും ഗംഭീരമായിട്ട് ഇമോഷണലി ഹുക്ക് ചെയ്യുന്നൊരു സാധനം അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് ഇതേ കാര്യം ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ കൈവിട്ട് പോവാണ്. അതായത് പൊളിറ്റിക്സ് സംസാരിച്ചേ പറ്റൂ എന്ന് പറയുന്ന ഒരു പ്രഷർ, ഈ രാഷ്ട്രീയവും ഇമോഷൻസും തമ്മിൽ ബാലൻസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് ഈ ഗ്രൗണ്ടിലുണ്ടായിരുന്നു. അത് പലപ്പോഴും ഈ പൊളിറ്റിക്സിന് വിട്ടുകൊടുക്കുന്നത് പോലെ തോന്നി. അങ്ങനെ ഒരു അകൽച്ച ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. സിനിമ വല്ലാണ്ട് വലിയുന്നത് പോലെ, അല്ലെങ്കിൽ ഇതൊക്കെ നമുക്കറിയാവുന്നത് ഇതിങ്ങനെ പറഞ്ഞിട്ട് വേണോ എന്നുള്ള ഒരു ചോദ്യം. കാര്യം ഏത് തരം രാഷ്ട്രീയമാണെങ്കിലും, ഞാൻ പറയുന്നത് ഈ കമ്മ്യൂണിസ്റ്റുകാർ, കോൺഗ്രസ്സുകാർ, BJP എന്ന് പറയുന്ന പോലത്തെ ആ രാഷ്ട്രീയമല്ല പറയുന്നത്, നമ്മുടെ മനുഷ്യരുടെ ഉള്ളിലെ രാഷ്ട്രീയം. അതിനെ നമ്മൾ എങ്ങനെയൊക്കെ അവതരിപ്പിക്കുമ്പോഴും അത് എടുത്ത് മുന്നിൽ വെച്ച് ഞങ്ങൾ കുറച്ച് രാഷ്ട്രീയം പറയുകയാണ് എന്ന് പറയുന്ന ഒരു പ്രസംഗ പരിപാടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സാധനം കയ്യിൽ നിന്ന് പോകും. അതിലെ എല്ലാ ഇമോഷണൽ സംഭവങ്ങളും ചോർന്നു പോകും. അങ്ങനെ ഒരു വിഷയമാണ് ഇതിലെ ക്രിക്കറ്റ് കളിക്കുന്ന ആ ഒരു കുഞ്ഞ് ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ സംഭവിച്ചത്. കോവിഡ് കാലത്ത് നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ പറയുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ, ജെൻഡർ വിഷയങ്ങൾ, കുടുംബത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ, കോർപ്പറേറ്റ് കമ്പനിയും രാഷ്ട്രീയവും തമ്മിൽ ചേരുന്നത്, പിന്നെ ഒരു കോർപ്പറേറ്റ് എംപ്ലോയി ആണ് ഈ നായകൻ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവർ പറയാൻ ശ്രമിക്കുമ്പോഴും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സിനിമ എനിക്കൊന്നും എന്തൊക്കെയോ പറയുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ ഞാൻ ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് റെസ്പോണ്ട് ചെയ്യാൻ തോന്നുന്ന രീതിയിലാണ്. പക്ഷേ അതിനും കൂടി ചേർത്ത് ഇത് കുടുംബത്തിൽ കയറുമ്പോൾ വേറെ ലെവൽ പടമാണ്. ഇത് തിയേറ്ററിൽ എത്രത്തോളം വലിയ വിജയമാകും എന്നെനിക്കറിയില്ല. OTT വന്നു കഴിഞ്ഞാലും എന്താണ് അഭിപ്രായം വരിക എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിലെ ഫാമിലി പോർഷൻസ് അത് ഒരുപാട് റീൽസായും ഷോർട്സായും ഒക്കെ വരികയും ആളുകൾ ഈ സിനിമ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ കാരണമായി മാറാൻ പോകുന്നതും, കണ്ടു കഴിയുന്നവർ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ പോകുന്നതും ആ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, അത് എല്ലാവർക്കും കണക്റ്റ് ആവുന്ന രീതിയിൽ
മനോഹരമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, റിച്ച് ആയിട്ടുള്ള പെർഫോമൻസുകൾ കിടക്കുന്ന അവിടെയാണ്, റിച്ച് ആയിട്ടുള്ള മൊമെന്റ്സ് ഉള്ളത് അവിടെയാണ്, ഇമോഷൻസ് ഉള്ളത് അവിടെയാണ്, ഹാപ്പിനെസ് ഉള്ളത് അവിടെയാണ്. പിന്നെ ഈ സിനിമയിലെ വിഷ്വൽസ് പറയുകയാണെങ്കിൽ അത്യാവശ്യം രസമായിട്ട് തന്നെ ഇങ്ങനെ ഒരു സിനിമയ്ക്ക് എന്താണോ വേണ്ടത് അത് അതുപോലെ ഡെലിവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സിനിമ ഗ്രൗണ്ടിലായിരിക്കുന്ന സമയത്ത് അത്രേ ഉള്ളൂ, ആ ഒരു ഗ്രൗണ്ടേ നമുക്ക് കാണിക്കാനുള്ളൂ, ഇതേ മുഖങ്ങളുമാണ് കാണിക്കാനുള്ളത്. ആൻഡ് കളിയാണ് അവിടെ നടക്കുന്നൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത്, ആ ക്രിക്കറ്റ് കളി എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിലാണ് ഇവർ ഈ പറയുന്ന പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകൾ വരുന്നത്. കളിക്കൊരു ഇമ്പോർട്ടൻസും ഇല്ലാത്ത പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. എന്തോ എറിയുന്നു, എന്തോ വീഴുന്നു, ആരോ വീശുന്നു, അടിക്കുന്നു. ഇതിനപ്പുറത്തേക്ക് ആ കളി നടക്കുന്നൊരു ഫീൽ ഉണ്ടല്ലോ. ഇപ്പം ഗ്രൗണ്ടിലെ ക്രിക്കറ്റ് കളി നമ്മളെ കാണിക്കുമ്പോൾ നമുക്കത് ഒരു സിനിമയിൽ കാണുമ്പോൾ ഫീൽ ആവുന്നത് നമ്മളും അതിലൊരു പ്ലെയർ ആവുന്ന പോലെ, അല്ലെങ്കിൽ അതിലത്തെ ഓരോ ഷോട്ടിലും ഒരു പ്രത്യേകതയുള്ള പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യണം. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഷോട്ട് വെച്ചത് എടുക്കുന്നതാണെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയും ഈ പറയുന്നൊരു എഴച്ചിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിഷ്വൽ ലാംഗ്വേജിൽ. പക്ഷേ മൊത്തത്തിൽ അതിൻ്റെ ഒരു കളറിങ്ങും പരിപാടിയും ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെയാണ്. പ്രത്യേകിച്ച് വീടിനകത്തൊക്കെ ആളുകളുടെ മുഖത്ത് എവിടെ ക്യാമറ വെക്കുന്നു എന്നുള്ളത്, ഏത് ഇമോഷൻ ക്യാപ്ചർ ചെയ്യുന്നു എന്നുള്ളത്, ആ പോയിൻ്റൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബാക്ക്ഗ്രൗണ്ട് സ്കോറിലേക്ക് വരുമ്പോഴും നല്ല രീതിയിൽ തന്നെയാണ് പോയത്. പക്ഷേ എനിക്ക് എടുത്തു പറയാൻ തോന്നിയൊരു മൊമെൻറ്റ്, ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ഉള്ളിൽ കയറുന്നൊരു മൊമെൻറ്റ്, ഇവർ ഈ അമ്മയും മകനും തമ്മിൽ ഒരു വഴക്കുണ്ടായതിന് ശേഷമുള്ളൊരു കുഞ്ഞു മൊമെൻ്റുണ്ട്. ഭയങ്കര രസമാണ്. ഇയാൾ ഒന്നും ചെയ്യാൻ പറ്റാണ്ടായിട്ട് എന്നാൽ കുറച്ച് കൊതുകെങ്കിലും വന്നിരുന്നെങ്കിൽ കൊന്നു തീർത്തിട്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടായിരുന്നു. അത് ആ മൊമെൻറ്റിൽ നിന്ന് നമ്മളും പലപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിയുമ്പോഴേ ആ മൊമെൻറ്റിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു വരാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിൻ്റെ ഒരു വ്യഗ്രതയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ, അത് വളരെ മനോഹരമായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ഇമോഷണൽ സാധനങ്ങൾ അവിടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊല്ലാണ് മനുഷ്യനെ. കുഞ്ഞു സാധനം, ഞാൻ ഈ പറയുന്നത് കൂടിപ്പോയ എത്ര മിനിറ്റ് ഉണ്ടാകും, ഒരു 5 മിനിറ്റോ 10 മിനിറ്റ് താഴെയുള്ളൂ. പക്ഷേ ഗംഭീരമായിട്ട് അവരതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോൾ പോലും സിനിമയെ ഒരു സിനിമ എന്നുള്ള രീതിയിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി സിനിമ ആണെന്നൊരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ എന്നെ പുറകോട്ട് വലിക്കുന്നത് പൊളിറ്റിക്സിന് വേണ്ടി പൊളിറ്റിക്സ് പറയാൻ വേണ്ടി ശ്രമിച്ച, അതിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറച്ച് സിറ്റുവേഷൻസൊക്കെ ആയിട്ട് വലിഞ്ഞു പോയ ആ ക്രിക്കറ്റ് മൈതാനമാണ്. ആകെ മൊത്തത്തിൽ ഞാൻ ഈ സിനിമ മസ്റ്റ് വാച്ചാണ്, എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടോ എന്ന് പറയില്ല. കാരണം ഈ ഗ്രൗണ്ട് റിലേറ്റഡ് കാര്യങ്ങളാണ് സിനിമയിൽ കൂടുതലുള്ളതും കൂടുതൽ വർക്കാവേണ്ടിയിരുന്നതും. പക്ഷെ അവിടെയാണ് ഈ ബാലൻസ് പോകുന്ന പോലെ, എന്നിലെ പ്രേക്ഷകന് ബാലൻസ് പോകുന്ന പോലെ ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ എഴച്ചിൽ ഫീൽ ചെയ്യുമ്പോൾ സിനിമ മൊത്തത്തിൽ എഴച്ചിലാണെന്ന് പറയുന്ന പോലത്തെ ഒരു തോന്നലുണ്ടാവും. തിയേറ്ററിൽ വളരെ കുറച്ച് ആളുകളാണ് സിനിമ കാണാനുണ്ടായിരുന്നത്. ഞാൻ എറണാകുളത്ത് സിനിപോളിസിൽ സ്ക്രീൻ 1 കണ്ടത്. എൻ്റെ പുറകിലിരുന്നവനൊക്കെ വെറുതെ കാണാവണ വർത്താനം പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഭാഗ്യത്തിന് അവൻ ഇൻ്റർവെൽ ആവുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോയി. അതുപോലെ കുറച്ച് ആളുകൾ പോകുന്നുണ്ടായിരുന്നു. കാര്യം ഈ കളിയിലേക്കൊക്കെ വരുമ്പോൾ ഈ സംഭവം പോകുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഫാമിലി ഇമോഷൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ എനിക്കൊരു തൃപ്തി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഓവറോൾ അങ്ങോട്ട് സെറ്റായില്ല. പക്ഷേ ഞാൻ ഈ പറയുന്നത് എൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്കൊരു പക്ഷേ ഈ സിനിമ മറ്റൊരു അനുഭവമായിരിക്കും. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്ന ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.